ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു വീക്ക് ഡേയിലെ വ്ളോഗാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് സ്കൂളില്ല, മഴ സമയത്ത് കുറച്ച് അവധിയൊക്കെ കിട്ടിയല്ലോ, ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് മട്ടൺ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് അധികം ഉണ്ട്. അപ്പം അത് കുറച്ച് ഹെവി കുക്കിംഗ് തന്നെയാണ്. അപ്പം ഞാനിവിടെ സാധാരണ ഇവിടെ യൂഷ്വലി മട്ടൺ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുള്ളതാണ് കേട്ടോ. മോൻ നന്നായിട്ട് കഴിക്കും, അവൻ ഒരു പിക്കി ഈറ്ററാണ്. അപ്പോൾ മട്ടൺ നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് മട്ടൺ ഒരു ഹെൽത്തി ഫുഡായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്, നോൺ വെജ് ആണെങ്കിൽ കൂടിയും. അപ്പം എന്തായാലും മട്ടൺ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം മട്ടൻ്റെ ലെഗാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 കിലോളം ഉണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് കുക്കിംഗ് ഉണ്ട്. എല്ലാ ഐറ്റംസും അരിഞ്ഞൊക്കെ എടുത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞെടുത്ത് വരുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഗ്രീൻ ടീ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് ലെങ്തി കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം എന്തായാലും എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിടും കേട്ടോ. അപ്പോൾ ഞാനതൊരു എനിക്കിഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റിലോട്ട് ആക്കിയിട്ട് അതങ്ങ് ഓണാക്കിയിടും. പിന്നെ നമ്മൾ മൊബൈൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതിങ്ങനെ നെക്സ്റ്റ് ആയിട്ട് വന്നോളുമല്ലോ. അപ്പം എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഇടാൻ നോക്കലുണ്ട്. കാര്യം അപ്പം നമുക്ക് ഒട്ടും തന്നെ മൊബൈലിലോട്ട് ശ്രദ്ധ പോകേണ്ട കാര്യമില്ല, കേട്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മിക്കവാറും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ മട്ടൻ കറി ഉണ്ടാക്കാറ്. കാരണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഈ ഒരു രീതിയിൽ ചിക്കൻ കറിയും ഉണ്ടാക്കാറുണ്ട്, വറുത്തരച്ച രീതിയിൽ. തേങ്ങ അങ്ങനെ വറുത്തരയ്ക്കുമ്പോൾ ഈ നമ്മൾ കുറച്ചധികം ഐറ്റം ഉണ്ടാക്കുമ്പോൾ, ഇറച്ചി അധികം ഉള്ളപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വറുത്തരച്ച കറികളാണ് നല്ലത്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ തേങ്ങയിൽ തന്നെ ചുവന്നുള്ളി, വേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ പൊടികളും കൂടി വറുത്തിട്ട് എടുക്കുന്നവരുണ്ട് കേട്ടോ, ജീരകം അങ്ങനെയൊക്കെ. കുറച്ച് നല്ലത് അങ്ങനെ തന്നെയാണ്, കാര്യം ആ പൊടികളും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ കിട്ടുമല്ലോ. പക്ഷെ ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല, തേങ്ങ മാത്രമാണ് വറുത്ത് എടുക്കാറ്. ചില സമയത്ത് തേങ്ങ വറുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, അപ്പം അരച്ച് എടുക്കുകയും ചെയ്യും. ഇപ്പം എന്തായാലും ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സവാളയെല്ലാം അരിഞ്ഞെടുത്തു, നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. ഒരു 3-4 സവാളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തന്നെ ചേർക്കും. കാരണം ഏത് കറികളാണെങ്കിലും കുറച്ച് ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഞാൻ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എന്തായാലും അതിനനുസരിച്ചാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് എണ്ണ ചേർക്കണം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉള്ള എൻ്റെ കുക്കിങ്ങിലെല്ലാം നമ്മളിങ്ങനെ എണ്ണ കുറയ്ക്കുക അങ്ങനെ വിചാരിച്ചിട്ട് എണ്ണ വളരെ കുറച്ചെടുത്ത് ലാസ്റ്റ് കറികൾക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ ആവശ്യത്തിന് എണ്ണ ചേർത്തില്ലെങ്കിൽ ഈ പാകത്തിന് ഇതൊന്നും വഴന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും അങ്ങനെ പിശുക്കിയല്ല എണ്ണ ചേർക്കുന്നത്, എന്തായാലും നോക്കി ആവശ്യത്തിനുള്ള എണ്ണ തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടുക. ഈ മട്ടൻ കറിയിലൊക്കെ മുളക് പൊടിയേക്കാളും പച്ചമുളകിൻ്റെയും നമ്മുടെ കുരുമുളക് ചതച്ചതിൻ്റെയൊക്കെ ടേസ്റ്റ് കയറി നിൽക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പച്ചമുളക് കുറച്ചധികം ചേർക്കാൻ വേണ്ടി നോക്കലുണ്ട്. പിന്നെ ചിലർക്ക് തക്കാളി ഇഷ്ടമാണ്, ഞാൻ തക്കാളി ഇട്ടും ഇല്ലാണ്ടും വെക്കലുണ്ട്. അപ്പം തക്കാളി ഒരുപാടങ്ങ് ഇടുന്നത് അത്ര, ആ പുളി കയറി നിൽക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ നമുക്ക് ഒരു തക്കാളി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം, കാരണം എനിക്ക് പൊതുവെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ചേർക്കും. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചേർക്കുക. പിന്നെ ഇത് മാക്സിമം നല്ലപോലെ ബ്ലെൻഡായി വരാൻ ശ്രദ്ധിക്കുക, വെന്തലിഞ്ഞ് വരാൻ. അപ്പം ഇതെല്ലാം കൂടി നല്ലൊരു മസാലയായി വരുമ്പോഴാണ് നമ്മുടെ മട്ടൻ ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം മട്ടനിൽ നല്ലപോലെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഒരുവിധമൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മുടെ പൊടികൾ ചേർക്കുകയാണ്. വറുത്തരച്ച മട്ടൻ കറിയിൽ മല്ലിപ്പൊടി നല്ലപോലെ ഇടും, മല്ലിപ്പൊടിയാണ് കയറി നിൽക്കും, മുളക് പൊടി അത്ര അധികം ഇടില്ല. ഇനിയിപ്പം നല്ല റെഡ് കളറിലുള്ള കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക.
പിന്നെ നിങ്ങൾക്ക് ചേർക്കാവുന്ന നല്ല 2 ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക് ചതച്ചതും പെരിഞ്ജീരകം ചതച്ചതും. അത് കുരുമുളക് പൊടിയേക്കാളും കുരുമുളക് ചതച്ചതാണ് നല്ലത്. പിന്നെ പെരിഞ്ജീരകം പൊടിയായിട്ടോ അല്ലെങ്കിൽ പെരിഞ്ജീരകം ചതച്ചും ചേർക്കാം. അപ്പോൾ ഞാൻ ഈ 2 ഐറ്റംസ് മിക്കവാറും എൻ്റെ ഇറച്ചിക്കറികളിലെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനത് എന്തായാലും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വേപ്പിലയൊക്കെ ചേർത്ത് നല്ലപോലെ ബ്ലെൻഡായിട്ട് വരുമ്പോൾ നമുക്ക് മട്ടൻ ചേർക്കാം. മട്ടൻ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് മസാല മട്ടൻ്റെ എല്ലാ ഭാഗത്തും നല്ല സ്പ്രെഡായി പുരണ്ട് വരുന്ന ഉറപ്പ് വരുത്തുക. അപ്പം ഞാൻ എടുത്തു വെച്ച കുക്കറൊന്ന് മാറ്റി. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുക്കറിൻ്റെ മൂടി തന്നെയാണ് ചോറിട്ടിരിക്കുന്ന കുക്കറിനും രണ്ടിനും കൂടി ഒരു മൂടിയേ ഉള്ളൂ. 2 മൂടിയുണ്ട്, പക്ഷെ ഒന്നിൻ്റെ സേഫ്റ്റി വാൽവ് പോയി കിടക്കുക. അപ്പം എനിക്ക് ചോറിന് വിസിൽ കൊടുക്കാനും ടൈമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, മട്ടൻ എടുത്തിട്ട് ഈ ഒരു കുക്കറിനകത്തോട്ടാക്കിയിട്ട് മൂടി അരിയുടെ മൂടി കറക്റ്റായിട്ട് അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് അങ്ങനെ ചെറിയൊരു പണി കിട്ടി. എന്നാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ കുക്കർ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഇത് ഇച്ചിരി ഹൈറ്റിലുള്ള കുക്കറാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെ പരന്നിരിക്കുന്ന പാത്രങ്ങളാണ് ഇഷ്ടം. പക്ഷേ ഇത് ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം താഴോട്ട് ഇപ്പം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം താഴെ എത്തിയെന്ന് ഉറപ്പ് വരുത്തണം, നമ്മൾ അധികം ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴത്തേനും തേങ്ങയൊക്കെ വറുത്ത് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴത്തേനും മട്ടനൊരു 2 വിസിലൊക്കെ കൊടുത്തിട്ട് പിന്നെ തുറന്നു നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ഈ വറുത്തരപ്പ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ 2 വിസിൽ പോയി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവില്ല, മട്ടന് നല്ല വേവല്ലേ. അപ്പോൾ അതിന് ശേഷം അപ്പോൾ ആ വേവ് എത്രയായി എന്നൊക്കെ ഒന്ന് നോക്കി അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ നോക്കി. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കി, കാരണം അരപ്പ് ചേർക്കുമ്പോൾ ഉപ്പും ഒന്ന് കറക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരായികയുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് പിന്നെ ഒരു 1-2 വിസിലൊക്കെ കൊടുക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരുപാട് മൂത്ത വേവ് അധികമുള്ള മട്ടനാണെങ്കിൽ മാത്രം കുറച്ചധികം നേരം കൂടി വേവ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല ആഗ്രഹമാണ്. പക്ഷേ മിക്കവാറും ഈ ഒരു കറി നല്ല ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാനാണ് വീട്ടിലെല്ലാവരും പറയുക. ഞാൻ പലപ്പോഴും ഓർക്കും മട്ടൻ റോസ്റ്റും മട്ടൻ റോഗൻ ജോഷും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ ഒരു കറിയിലോട്ട് തന്നെ വരും. എന്തായാലും നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം അതവിടെ കിടന്ന് ആയിക്കോളുമല്ലോ. അപ്പം അത് ആവുന്ന ഒരു ടൈം എനിക്ക് അവിടെ നിന്നൊന്നും മാറാനും പറ്റില്ല, കാരണം 1-2 വിസിൽ കൊടുത്ത് അത് ഓഫാക്കിയൊക്കെ ഇടണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പോയി ആ വർക്കൗട്ട് തീരുമ്പോഴത്തേനും എനിക്ക് മട്ടൻ്റെ പാകമൊക്കെ ആയി വിസിലൊക്കെ പോയി കറക്റ്റായിട്ടുണ്ടാവുന്നൊരു ഉറപ്പ് വരികയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ പോയി വർക്കൗട്ട് ചെയ്യാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു 20 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടാണ് കേട്ടോ അന്ന് ചെയ്തത്. അധികം സമയമില്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്യലുള്ളൂ. ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കറി ഞാൻ 2 പാത്രങ്ങളിലോട്ട് ആക്കുകയാണ് കേട്ടോ. കുറച്ചധികം കറിയുള്ളപ്പോൾ നമ്മളൊരു ഒറ്റ പാത്രത്തിൽ എടുത്ത് വയ്ക്കുന്ന നേരം 2 പാത്രങ്ങളിലോട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഫിനിഷ് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും കറിയൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അത് ചീത്തയായി പോവുക. അപ്പോൾ ആ സെക്കൻഡ് ബോക്സ് നമ്മൾ അധികം ഉപയോഗിക്കാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ വറുത്തരച്ച കറിയും കൂടി ആയതുകൊണ്ട് ഒന്നും തന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 പാത്രങ്ങളിലാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ റീഡിങ് ചെയ്യുന്നത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ആത്മകഥയല്ല, ജീവചരിത്രമാണ് കേട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്കിങ്ങനെ ജീവചരിത്രമൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഈ ഒരു ബുക്ക് എൻ്റെ ലൈബ്രറി പോയപ്പം ബൈ ചാൻസ് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതുവരെ ജീവചരിത്രമൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇൻസ്പയറിംഗ് ആയിട്ട്, ഈ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്നൊന്നും പറയാനില്ല, പക്ഷേ കുഴപ്പമില്ല. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ 1-2 പേര് സെൽഫ് ഹെൽപ്പ് ബുക്സിനെ പറ്റിയിട്ട് വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്തായാലും ഒരു വ്ളോഗ്സിൽ ഞാൻ വായിച്ചിട്ടുള്ള 1-2 ബുക്സിനെ കുറച്ച് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്തായാലും അത് ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ.
അതുപോലെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നമുക്ക് തന്നെ ഒരു വർക്ക് സ്പേസ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് ഒരു പഴയ ടി വി സ്റ്റാൻഡാണ് കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു മോഡലിലാണ് ടി വി സ്റ്റാൻഡ് വന്നിരുന്നത്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ ഇങ്ങനെ കിടന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കോർണറിൽ ആ ഒതുക്കത്തിൽ കിടക്കുമല്ലോ, അപ്പം അതിൻ്റെ മുകളിലൊരു 4 സീറ്റർ ടേബിൾ ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഭംഗിയുള്ളൊരു ക്ലോത്ത് അതിൻ്റെ പുറത്തിട്ട് കൊടുത്തു. പിന്നെ ഒന്നും തന്നെ ഇല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ പുറത്ത് വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഹാങ്ങിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വാളിൽ കൊടുക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഒരു എന്താ പറയുക, കുട്ടികളുടെ റൈറ്റിംഗ് പാഡില്ലേ അതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലത് നമുക്ക് നല്ല വലിപ്പമുള്ള മേശയുണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് വെക്കുക തന്നെയാണ്. ആ സ്പേസ് ക്ലട്ടേർഡ് ആവാതിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ താഴെ ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ എടുത്ത് ആ സ്പേസിൽ തന്നെ നിരത്തി വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വായിക്കുന്ന ബുക്കും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സോ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസൊക്കെ വെക്കുമ്പോൾ നമുക്കിതൊരു സന്തോഷമാണല്ലോ. അതുപോലെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. വിഷൻ ബോർഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പം പിന്നെ അതുപോലെ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതിപ്പോൾ ചായയുടെ പരിപാടിയാണ്. നമ്മൾ തട്ടിക്കൂട്ട് ഉഴുന്നുവടയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഉഴുന്നുവടയുടെ കൂട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഹോളൊന്നും വരില്ല, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ശരിക്കും പ്രോപ്പർ ഉഴുന്നുവട ഉണ്ടാക്കാൻ ഉള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ദിവസം തന്നെ ഈ ഒരു ബാൽക്കണിയുടെ ഒരു ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചട്ടികളൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സൊക്കെ തന്നെ വലിയ മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. ലുലുവിലാണ് കേട്ടോ പോയത്. ലുലുവിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു വയർ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യമായിട്ട് പോയി അവൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പം അത് ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു നേരത്തെ. അപ്പോൾ അന്നത്തെ ദിവസം അത് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും അന്ന് തന്നെ പോയി. കാരണം പിന്നെയും അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന മോഡലായതുകൊണ്ട് അന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ് വാങ്ങിച്ചത്. കുറേ നാളായി എയർ ഫ്രയർ ഒന്ന് വാങ്ങിക്കണം, അതിൽ കുറച്ച് ഹെൽത്തി കുക്കിംഗ് ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ മൈക്രോവേവ് അവൻ കൺവെക്ഷൻ മോഡൽ മോർഫി റിച്ചാർഡ്സിൻ്റെ അവനാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ 2 ഐറ്റംസ് അന്നത്തെ ദിവസം വാങ്ങി. ലുലുവിൽ പോയ സ്ഥിതിക്ക് ഹൈപ്പർ മാർക്കറ്റിലും ഒന്ന് കയറി കുറച്ച് ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അതേ ലൈവ് ക്രാബിനെ കണ്ടപ്പോൾ ഞാൻ അതൊന്നും എടുത്തതാണ്. പിന്നെ ഇതുപോലെ കുറേ ഫിഷൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ ചാള മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ തിരിച്ചു പോന്നു. പിന്നെ വാങ്ങിയ സാധനങ്ങൾ ഈ ചായയുടെ അരിപ്പയില്ലേ അത് വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് ഒരെണ്ണം വാങ്ങി. പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒരാളുടെ ഇങ്ങനെ സൈഡ് പൊട്ടിയോണ്ട് പുതിയത് വാങ്ങിച്ചു. പിന്നെ സാമ്പാർ കഷ്ണം ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും. പിന്നെ ഹാൻഡ് വാഷ് അതിങ്ങനെ ഒരു ബൈ 1 get 1 ഉള്ളതുകൊണ്ട് അത് വാങ്ങി. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഈ ഇമിലി ക്യാൻഡി എന്ന് പറഞ്ഞ് കിട്ടില്ലേ, മിലി, ആ പാക്കറ്റിൽ ഇങ്ങനെ കിട്ടും പുളി മിഠായി, അത് വാങ്ങിക്കലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെന്താ അടുത്ത ദിവസം ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വ്ളോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് വ്ളോഗ്സ് വരാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.